ജസ്യൂട്ട് വൈദികരുടെ കീഴിലെ ലൊയോള കോളേജിൽ ചരിത്രമുറങ്ങുന്ന ഒരു കെട്ടിടം, അതാണ് ഷട്ടർ ഹാൾ. 1971 പ്രശസ്ത വാസ്തുവിദ്യാ വിദഗ്ധനായ ലാറി ബേക്കർ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. 1971 ലാറി ബേക്കർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആർക്കിടെക്ട്, അദ്ദേഹം കുറേ കാലം നമ്മുടെ കേരളത്തിൽ വന്ന് സെറ്റിൽ ചെയ്ത് ജീവിച്ചായിരുന്നു. അദ്ദേഹം നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടങ്ങളിലൊന്നാണ് നമ്മുടെ ഈ സട്ടർ ഹോൾ. ഇതിന് ഈ സട്ടർ ഹോൾ എന്ന പേര് വരാൻ കാരണം അമേരിക്കയിൽ ഒഹായോയിലുള്ള സട്ടർ ഫാമിലിയാണ് നമുക്കിതിന് വേണ്ടി ഫണ്ടിങ് ചെയ്തു തന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ബിൽഡിങ്ങാണ്. കാരണം ഇതിൻ്റെ ഒരു ഭാഗം നമ്മുടെ കോളേജ് ചാപ്പലും മറ്റേ ഭാഗം കോളേജിൻ്റെ ഓഡിറ്റോറിയമാണ്. ഇതിൻ്റെ പ്രത്യേകത ലാറി ബേക്കറുടെ ഒരു നിർമ്മാണ ശൈലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ലോ കോസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് വളരെ എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട്, അതായത് പ്രകൃതി സൗഹാർദ്ദപരമായിട്ട് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കെട്ടിടം തന്നെ നോക്കിയാൽ അറിയാം, ഇതിന് ജനലുകളില്ല. പകരം 2 ലെയറുള്ള ഭിത്തികൾ വെച്ചിട്ട് ആ ഭിത്തി കൂടെയാണ് വായുസഞ്ചാരം സുഗമമാക്കുന്നത്. അതുകൊണ്ട് നല്ല ചൂടുള്ള സമയത്താണെങ്കിലും ഈ ഹോളിൽ കയറിയാലും ചാപ്പലിൽ കയറിയാലും നമുക്കൊരു തണുപ്പ്, കുളിർമ അനുഭവപ്പെടും. പിന്നെ ഇത്രയും വലിയ സ്ട്രക്ചർ ആണെങ്കിൽ ഇതിനെവിടെയും കാര്യമായി പില്ലറുകൾ ഉപയോഗിച്ചിട്ടില്ല. ആകപ്പാട് ഉപയോഗിച്ചിരിക്കുന്ന 2 ചെറിയ പില്ലർ എന്ന് പറയുന്നത് ഈ ഓഡിറ്റോറിയത്തിനകത്തുള്ള ഹോളിനകത്തുള്ള ബാൽക്കണിക്ക് വേണ്ടി നിർമ്മിച്ച 2 പില്ലറാണ്. ഞാൻ ഈ പള്ളിയിൽ എല്ലാ സൺഡേസും യൂഷ്വലി 6:30 ഹോളി മാസിനാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വരുമ്പോൾ ആക്ച്വലി പള്ളി ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്. അധികം ആൾക്കാരും ഇല്ല, ജസ്റ്റ് ഇവിടെ ക്ലോസ് ആയിട്ടുള്ള അടുത്ത് താമസിക്കുന്ന വീട്ടുകാരും പിന്നെ ഈ കോളേജിൽ പോകുന്ന സ്റ്റുഡൻസ് മാത്രമേ യൂഷ്വലി ഈ സമയത്ത് വരാറുള്ളൂ. ഈ പള്ളി വരുമ്പോൾ മെയിൻ ഭയങ്കര കാം ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്പിരിച്വലായിട്ട് തോന്നാറുണ്ട്. യൂഷ്വലി പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നും. പിന്നെ ഈ പറഞ്ഞാൽ അധികം ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് കിട്ടും. പിന്നെ ഈ പള്ളി കാണുന്ന പോലെ തന്നെ ബാക്കി പള്ളികളെ പോലെയൊന്നും അല്ല, കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ക്യാമ്പസിൻ്റെ ആത്മീയത നിലനിർത്തുന്ന ഒരിടം കൂടിയാണ് ഈ ചാപ്പൽ.